തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നുവെന്ന് 90-ാം സങ്കീർത്തനത്തിൽ മോശ ഓർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണമായി കഴിയുന്നുണ്ടല്ലോ. ആകയാൽ തലമുറകളായി നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുള്ളവനായ സർവശക്തനായ ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സമാധാനങ്ങളും കൊണ്ട് പ്രിയമുള്ള ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുവാനും അവരെ സമാധാനപ്പെടുത്തുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയിലുള്ളതായിരിക്കുന്ന എല്ലാ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശുശ്രൂഷകന്മാരുടെയും ദൈവജനത്തിൻ്റെയും അനുശോചനവും പ്രാർത്ഥനയും ഞാൻ ഈ സമയത്ത് കുടുംബത്തിനെ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Krishna
आगे बढ़ेंगे। अभी पास्टर जोस्पी एंटनी, पास्टर एम के कुटी। समय का पाबंदी, समय पर मतलब 2 ही मिनट लेना, उससे ज़्यादा नहीं लेना, क्योंकि बहुत लोग अभी बाकी हैं। वही पास्टर जोस्पी एंटनी, उसके बाद पास्टर एम के कुटी, उसके बाद पास्टर शाजी वी जॉन, पास्टर अजम। കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ പാസ്റ്റർ ജോസ് ചാക്കോയുടെ സഹോദരങ്ങൾ, തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില വർഷങ്ങളായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ചാക്കോയുമായി പരിചയപ്പെടുവാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ഉള്ളതായിരിക്കുന്ന അവസരം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ അടുത്ത കൻഷൂർമാർക്ക് IPC സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബാണ്ടുപ്പിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ സഭയിൽ കടന്നു വന്ന് പല പ്രാവശ്യം ശുശ്രൂഷിപ്പാൻ ഉള്ളതായിരിക്കുന്ന അവസരം കർത്താവ് നൽകി. വാത്സല്യ പ്രിയപ്പെട്ടവർ പല ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചതോർക്കുന്നു. പല ഇടങ്ങളിലായി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന അവസരം കർത്താവ് തന്നിട്ടുണ്ട്. വേർപാട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഗാധമായിരിക്കുന്ന ദുഃഖം ഉളവാക്കുന്നതാണ്. എങ്കിലും നമുക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. ശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുവാൻ കഴിയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അത് ഏത് പ്രായത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും എങ്ങനെയായാലും അത് യഹോവയ്ക്ക് വിലയേറിയത്. വിശുദ്ധ തിരുവെഴുത്തിൽ മരണത്തിന് 3 മറ്റ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. 1 വേർപാട്, 2 നിദ്ര, 3 നിര്യാണം. അതിൽ ആ നിര്യാണം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പദം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കുകളായിട്ട് കുറിച്ചതായിരിക്കുന്ന ഒന്നാണ്. ഞാനോ ഇപ്പോൾ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ആ നിര്യാണം എന്നുള്ളതായിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന അനാലസ്യൂസ് എന്നതായിരിക്കുന്ന ഒരു വേട. അതിന് 3 അർത്ഥമാണുള്ളത്. 1, ഒരു യജമാനൻ്റെ കാള രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടത്തിൽ ഉഴുത് മറിച്ചതിന് ശേഷം സന്ധ്യാസമയമാകുമ്പോൾ അതിൻ്റെ യജമാനൻ അതിൻ്റെ തോളിൽ നിന്ന് ആ കലപ്പ അഴിച്ച് മാറ്റി അതിനെ വിശ്രമിക്കുവാൻ അതിൻ്റെ കൂട്ടിലേക്ക് കയറ്റുന്നതിനെയാണ് അനാലസ്യോസ് എന്ന പദം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിര്യാണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഏറിയ നാളുകൾ സൗദി അറേബ്യയിലും ഈ ബോംബെ പട്ടണത്തിലും ഈ ലോകമാകുന്ന വയലിൽ കർത്താവിൻ്റെ വചനം വിതയ്ക്കുവാൻ ഉഴുത് മറിച്ച് വളരെ അധ്വാനം ചെയ്തതിനു ശേഷം കഴിഞ്ഞ 11-ാം തീയതി രാവിലെ ആ നുകം അഴിച്ചു മാറ്റി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസിന് നിത്യവിശ്രമത്തിനായി നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാനിട്ടിടയായി. രണ്ടാമത്തേതായിരിക്കുന്ന അർത്ഥം, ഒരു പടയാളി യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് വേണ്ടി ചെല്ലുന്നതായിരിക്കുന്ന അവസരത്തിൽ അതിനൊരു ടെൻ്റ് അടിക്കും, കൂടാരമടിക്കും. യുദ്ധം ജയിച്ചതിന് ശേഷമായി തൻ്റെ റെജിമെൻറ്റിലേക്ക് മടങ്ങി വരുമ്പോൾ ആ അടിച്ചതായിരിക്കുന്ന കൂടാരത്തിൻ്റെ അവസാനത്തെ കുറ്റി വലിച്ചൂരുന്നതിനെയാണ് അനാലസ്യോസ് അല്ലെങ്കിൽ നിര്യാണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിന് വേണ്ടി ഈ പട്ടണത്തിൽ താനായിരുന്ന മണ്ഡലങ്ങളിൽ വളരെ അധികമായി അത്യധ്വാനം ചെയ്ത് യുദ്ധം ചെയ്ത് ജയിച്ചതിന് ശേഷമായി തൻ്റെ റെജിമെൻറ്റിലേക്ക്, തൻ്റെ നിത്യഭവനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാനിട്ടിടയായി. 3-മത്തേതായിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത്, 3-മത്തെ കാര്യം, മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കുന്ന ഒരു കപ്പൽ അതിനകത്തുള്ളതായിരിക്കുന്ന
സാമഗ്രികൾ സാധനങ്ങൾ മുഴുവനുമായി ഒരു തുറമുഖത്ത് നിന്ന് മറ്റൊരു തുറമുഖത്ത് കൊണ്ടുപോയി എത്തിച്ചിട്ട് ആ സാധനങ്ങൾ മുഴുവനുമായി ഇറക്കി വെച്ചിട്ട് അത് മാറ്റി നങ്കൂരമിടുന്ന അവസാനം നങ്കൂരമിടുന്നതിനെയാണ് അനാലസ്യോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകമാകുന്ന വാരിധിയിലൂടെ യാത്ര ചെയ്ത് കർത്താവ് കൊടുത്തതായിരിക്കുന്ന ആയുസ് 49 വർഷം കർത്താവ് കൊടുത്തതായിരിക്കുന്ന ആയുസ് ഈ ലോകമാകുന്ന വാരിധിയിലൂടെ യാത്ര ചെയ്ത് അനേകരെ തീറ്റിപ്പോറ്റി ആമേൻ ദൈവവചനത്തിലൂടെ നടത്തിയതിന് ശേഷമായി തൻ്റെ നങ്കൂരം, പ്രത്യാശയാകുന്ന നങ്കൂരം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഇട്ട് നിത്യവിശ്രമത്തിന് വേണ്ടി പ്രവേശിക്കുവാനിട്ടിടയായി. ആ കർത്തൃദാസന്റെ ദുഃഖത്തിലായിരിക്കുന്ന മാന്യ സഹോദരിയെ, കുഞ്ഞുങ്ങളെ, അവരുടെ സഹോദരങ്ങളെ, ദൈവസഭയെ എല്ലാവരെയും സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ ഡോംബോലി ശാലേമിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ താന ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് സഹായിക്കും. अभी पास्टर शाजी विचौन आगे आएंगे. 2 मिनट समय को आप बड़े ध्यान से रखना क्योंकि अभी बहुत लोग बाकी है. उसके बाद पास्टर अचंगुज, उसके बाद पास्टर स्टैनली दोहे से आया है. കർത്താവിന് വേണ്ടി വളരെ നീതിയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും പ്രവർത്തിച്ച് നിത്യവിശ്രമത്തിനായി ചേർക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവദാസന്മാരുടെ ഒരു കോവർക്കർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇന്നത്തെ കാലത്ത് ദൈവത്തിനു വേണ്ടി വളരെ വിശ്വസ്തനായി ദൈവിക കാഴ്ചപ്പാടോടെ തനിക്ക് ദൈവം നൽകിയ സമയം നന്നായി വിനിയോഗിച്ച് കർത്താവ് തന്നെ വിളിച്ച സമയത്ത് താനെ സ്വർഗീയ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ ദൈവദാസനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ദൈവവചനം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്: യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളെപ്പോഴും വഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താണ് ദൈവമക്കളെ, ദേവദാസന്മാരെ? തനിക്ക് ലഭിച്ച സമയങ്ങൾ യേശുവിൻ്റെ കഷ്ടത, വേദന, ശുശ്രൂഷയിലെ ആഴമേറിയ കഠിന ശോധനകളൊക്കെ സഹിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തനിക്ക് ദൈവം ഭാഗ്യം കൊടുക്കും. പ്രൈസ് ഗോഡ്. താൻ ഈ വെല്ലുവിളികൾ സഹിച്ച്, കഷ്ടം സഹിച്ച് ഈ ചുരുങ്ങിയ ആയുസ്സിൽ തൻ്റെ ജീവിതം നയിച്ചതുകൊണ്ട് അനേകം മരണത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. അതോർക്കുമ്പോൾ ദൈവദാസന്മാരായ ഞങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. ഈ പ്രത്യേക സമയത്ത് പ്രിയപ്പെട്ടവൻ്റെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസി, പ്രിയ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെയും ഗൗരകാവ് ദൈവസഭയുടെയും കണ്ടോളൻസ് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമേറിയ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജോസ്റ്റാക്കയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് അനുവദിച്ചു കൊടുത്ത കാലഘട്ടം, കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി തൻ്റെ ദാസനാലാവോളം പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ ദൈവം സഹായിച്ചു. ഉത്തമഗീതം പഠിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്: എൻ്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? എൻ്റെ പ്രിയൻ തോട്ടങ്ങളിൽ ആടുകളെ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും സുഗന്ധ സസ്യങ്ങളുടെ തടത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കും. ദൈവസഭയ തോട്ടത്തിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ ജീവിക്കുവാൻ
പ്രവർത്തിക്കുവാൻ, ആരാധിപ്പാൻ, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിപ്പാൻ, ഒരു താമരപ്പൂ പോലെ, ഒരു സുഗന്ധ സസ്യം പോലെ വിടർന്നു നിൽക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്ത കാലഘട്ടം. താൻ കർത്താവിന് വേണ്ടി അങ്ങനെ നിന്ന് വിടർന്ന് ശോഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ സുഗന്ധ സസ്യത്തെ, ഈ പൂവിനെ പറിച്ചെടുക്കണമെന്ന് തോട്ടത്തിൻ്റെ ഉടയവന് താല്പര്യം തോന്നി. കർത്താവിൻ്റെ സമയമായപ്പോൾ നാം പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ദൈവത്തോട് ചോദിക്കാഞ്ഞിട്ടോ അപേക്ഷിക്കാഞ്ഞിട്ടോ കരയാഞ്ഞിട്ടോ അല്ല, നാം ഒക്കെയും പ്രാർത്ഥിച്ചു. ഒരു കാലഘട്ടം കൂടെ തൻ്റെ തുണയാളിയോടും കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും കൂടെ ചേർന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ സേവിക്കാൻ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിപ്പാൻ ഇടയായി. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ പറിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. കർത്താവ് തന്നെ തൻ്റെ സഭയിൽ നിന്ന്, തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് പറിച്ചെടുത്ത് നിത്യതയിൽ കർത്താവിനോട് കൂടെ ആക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കർത്താവിൻ്റെ ദാസൻ മുൻപേ ഉയർത്തി നിൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. ആ തിരുവെഴുത്തിൻ പ്രകാരം കർത്താവിൻ്റെ ദാസ്യപ്രിയ മിനിയെയും കുഞ്ഞുങ്ങളെ സഹോദരങ്ങളായ ഏവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും വിക്രോളിലുള്ള ലിവിങ് ചർച്ച് മിഷൻ്റെയും ഇന്ത്യയിലുള്ള ഞങ്ങളുടെ മറ്റ് സഭകളുടെയും എല്ലാവിധ അനുശോചനവും അറിയിച്ച് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിലുള്ള കൃപ നിങ്ങളേവരോടും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. Greetings to all pastors on and off the stage and everyone who's gathered, and especially the family of Pastor George. I truly have no words to say, but I have seen Pastor George fully once. That was in Doha. When I attended the Malayalam service, I saw him come up and give a very strong message on faith and how his ministry was happening in Bombay. I've seen him only once, and later on I got to know about this news. It was very shocking for me and definitely painful for the family. But what was shocking for us and what was painful for us is definitely precious in the sight of God, because that's what the Word of God says. Precious in the sight of God is the death of His saints. So truly it is precious, I believe, and God has a purpose behind this. Though we don't know what is the purpose and plan of God, but the Word of God says, unless a grain falls on the ground and dies, it will produce much more fruits. Amen. So I believe there is some purpose and plan behind this. But at the same time, I also pray the peace of God will be with the family. The peace that God promised, the peace that passes all understanding, will be with the family and also with all those who bear. My deepest condolences from Bethel AG, the Doha English service, and also from my family. PS तरी ഈ ദുഃഖം തുറന്നിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ മദറിൻ്റെ ഫ്യൂണറൽ സർവീസിന് വേണ്ടി നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോസിൻ്റെ വേർപാടിൻ്റെ വാർത്ത കേട്ടത്. എൻ്റെ മനസ്സിൽ ഇവിടെ ഇരുന്നപ്പോൾ ഓടി വന്ന ചില കാര്യങ്ങൾ. ഞാൻ 1987 ഇവിടുത്തെ പെന്തക്കോസ്ത് ദൈവസഭയുടെ പാസ്റ്ററായിരുന്നു. 3.5 വർഷം ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. ആ സമയത്ത് ഈ പ്രിയ സഹോദരൻ എന്ന പാസ്റ്ററല്ല, എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് 3 മണി മുതൽ രാത്രി 11 മണി വരെ ഈ ചുറ്റുപാട് കാണുന്ന ചാലുകളിൽ, മറ്റേ ബിൽഡിങ്ങുകളിൽ
ദോമ്പുവിൻ്റെയും കാക്കൂറുകളിൽ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന കർത്താവിൻ്റെ വേലയായിരുന്നു. അന്നേ തൻ്റെ അകത്ത് ഒരു സുവിശേഷകനുണ്ടായിരുന്നു. താനൊരു പാസ്റ്ററാകും എന്നന്നേ എനിക്കറിയാമായിരുന്നു. പിൽക്കാലത്ത് തൻ്റെ ജീവിതം കൊണ്ട് താനത് തെളിയിച്ചു. ശുശ്രൂഷയിൽ താൻ മുൻപോട്ട് വന്നു, ചില സഭകൾ സ്ഥാപിച്ചു. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്തു. ഏതായാലും നമുക്ക് പ്രത്യാശയുടെ ദൈവമായതുകൊണ്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് നമ്മുടെ പ്രത്യാശ? കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ മണ്ണായിരിക്കുന്ന മണ്ണിന് തന്നെ തിരികെ കൊടുക്കും. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ശബ്ദം മടങ്ങി വരുമ്പോൾ ഈ ദ്രവിക്കുന്നതിനെയാണ് കൊടുക്കുന്നത്, ക്ഷയിക്കുന്നതിനെയാണ് കൊടുക്കുന്നത്, മരിക്കുന്നതിനെയാണ് കൊടുക്കുന്നത്, തേജസ്സില്ലാത്തതിനെയാണ് കൊടുക്കുന്നത്. ഈ ജഡത്തെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദ്രവിക്കാത്ത, മരിക്കാത്ത, ക്ഷയിക്കാത്ത, തേജസ്സുള്ളതായ സ്വർഗീയമായ ഒന്നിനെ മടങ്ങി വരും. അന്ന് നമുക്ക് ഒന്നിച്ച് കാണാം. ആ പ്രത്യാശയാണ് ദൈവങ്ങളുടെ അകത്തുള്ളത്. ആ പ്രത്യാശയുടെ ദൈവങ്ങളെല്ലാം കരമുയർത്തി സ്വന്തം ചെയ്തു. അന്ന് നമുക്ക് ഒന്നിച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ സഭയുടെ മകനെ നാം പ്രവേശിക്കുന്നത് അനുശോചനം അറിയിച്ചുകൊണ്ട്, കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Well,
4-5 पास्टर्स को और मैं समय देना चाहूँगा, लेकिन समय को मैं थोड़ा कम करना चाहूँगा। उनको 2 मिनट नहीं मिलेगा, उनको 1.5 मिनट मिलेगा, क्योंकि सबको अकोमोडेट करना में हमारे लिए थोड़ा परेशान है। क्योंकि समय पर उनको ग्रेवयार्ड में पहुँचना भी है। पास्टर रोई, पास्टर सिलास, पास्टर कोशी, पास्टर सन्नी, पास्टर जॉन पॉल, पास्टर पीटी मैथ्यू। पास्टर रोई, पास्टर सिलास, 1.5 मिनट समय को आप बड़ा ध्यान रखें। കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ദുഃഖാതരമായ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ മക്കൾ, സഹോദരങ്ങൾ, സഹോദരി വിനി, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വാത്സല്യ കർത്താവിൻ്റെ ദാസനുമായി എനിക്ക് 1993 മുതൽ പരിചയമുണ്ട്. എന്നാൽ അധികം അദ്ദേഹത്തെ പേഴ്സണലായി പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഉള്ള അവസരങ്ങൾ ലഭിച്ചു. അന്ന് ഇവിടെ ശുശ്രൂഷിച്ചിരുന്ന പാസ്റ്റർ ലാലു തോമസ്, അദ്ദേഹമാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എനിക്ക് നൽകിയിട്ടുള്ളത്. അന്ന് മുതൽ എനിക്കറിയാം അദ്ദേഹം ഒരു സുവിശേഷകൻ്റെ ആത്മാവുള്ള വ്യക്തിയാണെന്നും അതിനുവേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നുവെന്നും ഇവിടെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ അതിന് ബലം നൽകുന്നതായിരുന്നു. കർത്താവിന് സ്തോത്രം. അത് എൻ്റെ ജീവിതത്തിനും ഒരു പ്രോത്സാഹനമായിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശേഷിച്ച് സമയപരിമിതിക്കുള്ളിൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ ദാസൻ്റെ മരണവിവരം എന്നെ വിളിച്ചറിയിച്ചത് പാസ്റ്റർ ലാലു തോമസ് ആണ്. എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞു, ഒരവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം കൂടെ രേഖപ്പെടുത്തണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം കൂടെ ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ എളിയ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ സെൻ്ററിൻ്റെയും എല്ലാമുള്ള അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിരിക്കുന്നു. ദൈവം നമസ്കാരം. 1981-82 കാലയളവിലാണ് ഈ വാത്സല്യ ചാക്കോച്ചാൻ്റെ ഭവനവുമായി ബന്ധപ്പെടുവാനും ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കാനൊക്കെ ഇടയായിത്തീർന്നത്. പാസ്റ്റർ പി.ടി. വർഗീസ് പാഷയി ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇവിടെ കടന്നു വന്ന മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ താന വാഗൽ എസ്റ്റേറ്റിലുള്ള കൂട്ടായ്മകളിലൊക്കെ സംബന്ധിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ആത്മീയ ബന്ധം ഈ ഭവനവുമായിട്ട് നിലനിർത്തുവാനും, വിശേഷാൽ പ്രിയ സഹോദരങ്ങളുമായി പ്രിയ സണ്ണിച്ചാന്, പാസ്റ്റർ ജോസ്, ജിജോ, മിനി, ജോൺസൺ ബ്രദർ, ഇവരെല്ലാമായിട്ടും ഒരു വലിയ ആത്മീയ ബന്ധം, വലിയ കൂട്ടായ്മ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സണ്ണിച്ചാന് ദുബൈയിലായിരുന്നപ്പോൾ അദ്ദേഹത്തോടും കുടുംബത്തോടും കൂടെ 1 മാസത്തിലധികം താമസിക്കുവാനും ഇവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ പാസ്റ്റർ ജോസ് സൗദിയിലായിരുന്നപ്പോഴും താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സഭയിലും കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാനൊക്കെ അവസരം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മിനിയും ജോൺസനും ഒക്കെ ഇവിടെ താമസിക്കുമ്പോഴും തന്നെ പല പ്രാവശ്യം ഇവിടെ കടന്നു വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം 3 അക്ഷരത്തിൽ ആരംഭിച്ച് 3 അക്ഷരത്തിൽ അവസാനിക്കുന്നതാണ്. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതമെന്ന തോണി തുഴഞ്ഞ് മരണമെന്ന തീരത്തെത്തി. ലോക മനുഷ്യർക്ക് ആ മരണമെന്ന തീരത്ത് വരെ ഉള്ളൂ യാത്ര. എന്നാൽ ഒരു ദൈവമക്കളെ സംബന്ധിച്ചോളം, ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ആ തീരം കൊണ്ട് തീരുന്നില്ല. നിത്യത എന്ന ആ ഭവനത്തിൽ
ചെന്ന് വിശ്രമിക്കുന്ന അനുഭവമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മെ വിട്ടുപിരിഞ്ഞ് നിത്യതയിൽ കടന്നു പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ നല്ല അനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ സഹോദരങ്ങളെ, തൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിൻ്റെ ബോംബെയിലുള്ള എല്ലാ സഭകളുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും അപ്പോൾ തന്നെ ഗുഡ് ന്യൂസ് ഭവനത്തിൻ്റെയും എല്ലാവിധ ദുഃഖങ്ങളും അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നേരിടുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘകാല ദുഃഖസന്ധരമായിരിക്കുന്ന ഈ വേളയിൽ പ്രകാരം കടന്നു വരുവാൻ ദീർഘകാൽ കഴിഞ്ഞ ദിവസം നമ്മെ വേർപെട്ട് കടന്നുപോയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ഡോക്ടറുടേതായ വേർപാടുള്ള ബന്ധത്തിൽ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ, അവർക്ക് ഒരു വാക്കാശ്വാസവചനം നൽകുവാൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 33 വർഷമായി ഞാൻ ബോംബെയിൽ വന്നിട്ട് അമേൻ വന്ന ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കാറ്റ്കൂപ്പർ ചർച്ചുമായിട്ടൊരു ബന്ധം സ്ഥാപിപ്പാനിടയായി. അന്ന് മുതൽ വാത്സല്യ ചാക്കോച്ചാനുമായിട്ട് പരിചയമുണ്ട്. എന്നാൽ അതിനുപരിയായി 29 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ കുടുംബവുമായിട്ട് അമ്മ ഒരു ബന്ധം സ്ഥാപിപ്പാൻ ഇടയായി. അന്നു മുതൽ അങ്ങനെയൊരു ബന്ധം കൂടെ ആയിത്തീരുവാനിടയായി. അന്നു മുതൽ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും എപ്പോഴും വന്ന് കാണുകയും അമ്മേ പ്രിയ വാത്സല്യ ജോസിൻ്റെതായ ആ വാത്സല്യമായ സ്നേഹം പലപ്പോഴും ഞാൻ ഓർക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അത് ചിന്തിപ്പാനും പലരോട് സംസാരിപ്പാനും ഇടയായി തീർന്നുള്ള എപ്പോഴും വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലകൊള്ളുന്ന ഒരു ദൈവദാസനായി കാണുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ വാത്സല്യ ഭവനത്തെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അമ്മേ മനോഹരമായ യജമാനൻ്റെ പൂന്തോട്ടത്തിൽ പ്രൈസലോ യജമാനന് ഇഷ്ടമുള്ളതായ ഒരു പൂ പറിച്ചെടുക്കുന്നത് പോലെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ പൂന്തോട്ടത്തിൽ യജമാന് ഇഷ്ടമുള്ള ഒരു പൂവ് മുമ്പ് പറിച്ചെടുക്കുന്നത് പോലെ കർത്താവിൻ്റെ ദാസനെ ചേർത്ത് കൊള്ളുവാൻ യജമാനന് പ്രസാദം തോന്നി. പ്രൈസലോ അമേൻ. ഈ വരും ദിവസങ്ങളിൽ നമുക്കും ആ പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ ദാസനെ കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെ നമുക്കും നമ്മുടെ ജീവിതം ചിലവഴിക്കാം. കർത്താവ് ആമേ പ്രൈസ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ.